ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു HDFC ബാങ്ക് ഹോൾഡർ ആണെങ്കിൽ, അതായത് നിങ്ങളൊരു HDFC ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യുകയോ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോകാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അപ്ഡേഷൻ്റെ പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോസ് കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ HDFC ബാങ്ക് മൊബൈൽ നമ്പർ അപ്ഡേഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഈ ഒരു പേരിലോട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ഹോം കസ്റ്റമർ ജേണി എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ചെറിയൊരു ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ നമുക്ക് ഏറ്റവും താഴത്ത് ലൈറ്റ്സ് ബീങ് എന്ന് കാണുന്നതാണ്. ആ ഒരു ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ഒരു നമ്പർ വെച്ചിട്ട് അതിലേക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം താഴത്ത് നിങ്ങൾക്ക് ലെറ്റ്സ് ബിങ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിലാണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ ആയിട്ട് ഡു യു കറൻ്റ്ലി ഹാവ് ആക്സസ് ദ മൊബൈൽ നമ്പർ രജിസ്റ്റർ വിത്ത് അസ് എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ യെസ് എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എസ് തന്നെ കൊടുത്തിട്ട് ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗെറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് കറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് കൊടുത്തിട്ട് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഐഡിയും അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ പറ്റും. ദെൻ താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റർ യുവർ ന്യൂ മൊബൈൽ നമ്പർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ, ഏതിലേക്കാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടും നെറ്റ് ബാങ്കിങ് വെച്ചിട്ടും. അപ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ ഒരു ടൈമർ ഓടുന്നുണ്ട്. ആ ടൈമർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേഷൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഞാൻ ഡെബിറ്റ് കാർഡ് ചൂസ് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിളാണ്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ഡെബിറ്റ് കാർഡ്, അതായത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ അവസാനത്തെ 4 അക്കം നിങ്ങൾ ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ നിങ്ങൾ പിൻ നമ്പർ CVV അല്ല കേട്ടോ, അതായത് നിങ്ങൾ ക്യാഷൊക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പിൻ നമ്പർ ഉണ്ടല്ലോ, ആ പിൻ നമ്പറാണ് നിങ്ങൾ ഈ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്യുന്നത്. ദെൻ ഈ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നുണ്ട്. നമുക്ക് 2 രീതിയിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമുക്ക് ആധാർ EKYC വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഓൺലൈനായി ഈസിയായി തന്നെ ചെയ്യാൻ പറ്റും. അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ഓപ്ഷനാണ്, അതായത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുത്തോ. ദെൻ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇതുപോലെ ആധാർ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോം വരും, ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് OTP എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ OTP ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ വാലിഡേറ്റ് എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് റിക്വസ്റ്റ് സബ്മിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 48 ഹവേഴ്സാണ് അവർ പറയുന്നത്. ആ ഒരു ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID ഒരു മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.